ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് ആണ്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ മാക്സിമം അത്രയുള്ള വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ആയിട്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് നമ്മൾ മെയിൻലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയബറ്റീസ് മെലൈറ്റസ്, അതായത് ഷുഗർ പേഷ്യൻസിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം എത്ര ഡയബറ്റീസ് മെലൈറ്റസ് എത്ര ടൈപ്സ് ഉണ്ട്. നമുക്ക് രണ്ട് ടൈപ്പാണ് ഡയബറ്റീസ് വരുന്നത്. ഏതൊക്കെയാണ്? ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ഈ ടൈപ്പ് 2 വണ്ണിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈപ്പ് 1 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി, അതായത് പാൻക്രിയാസിലെ ഐലറ്റ് സെൽസിൽ ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറിയാം. ഓക്കെ, ആ സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബോഡിയിൽ ഇൻസുലിൻ ഉണ്ടാവുന്നില്ല. അങ്ങനത്തെ കേസ് നമ്മൾ പുറത്തുനിന്ന് ഇൻസുലിൻ കൊടുക്കേണ്ടി വരും. അതായത് ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് ആയിട്ട് ഇൻസുലിൻ പമ്പ് വഴിയൊക്കെ നമ്മൾ ഇൻസുലിൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുക്കും. അങ്ങനത്തെ കേസിലാണ് ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്നത്. അത് എന്തുകൊണ്ടാണ്? ഇൻസുലിൻ ഇല്ല ബോഡിയിൽ, അതുകൊണ്ടാണ് ടൈപ്പ് 1 ഡയബറ്റീസ് മെലൈറ്റസ്. ടൈപ്പ് 2 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ ഇൻസുലിൻ ഉണ്ട്. പക്ഷേ ഓർഗൻസിനായി ഗ്ലൂക്കോസ് എടുക്കണമെങ്കിൽ ഇൻസുലിൻ വേണമെന്ന് അറിയാം. അതാണ് ഇൻസുലിൻ പ്രത്യേകത. അപ്പൊ ഈ ഇൻസുലിൻ ഉണ്ട്, പക്ഷേ ആ ബോഡിക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഇൻസുലിനെ ബോഡിക്ക് അവിടെ സെൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലൈറ്റസ്. നമ്മൾ ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ് ആണ് കൊടുക്കുക. എന്തിന്? ടൈപ്പ് 2 ഓറൽ ഡ്രഗ്സ് ടൈപ്പ് 2 ഡയബറ്റീസിന് മാത്രമേ നമ്മൾ ഓറൽ ഡ്രഗ്സ് കൊടുക്കുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോർമൽ ആയിട്ട് എങ്ങനെയാണ് ഇൻസുലിൻ ആ ബീറ്റാ സെൽസിന് പുറത്ത് വരിക എന്ന് പറഞ്ഞുതരാം. അതായത് ഇതിപ്പോൾ നമ്മൾ മീൽസ് കഴിച്ച് ചോറോ അല്ലെങ്കിൽ എന്താണെങ്കിൽ കഴിച്ചു നോക്കുക, കഴിച്ച് കഴിഞ്ഞാൽ മീൽസ് എങ്ങോട്ട് പോകും? GIT പോകും. ഈ GIT ഇതിലുള്ള കാർബോഹൈഡ്രേറ്റ് ഷുഗർ ആയിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവും. ഈ ഗ്ലൂക്കോസ് എവിടെ അബ്സോർബ് ആവും? നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ആവും. ഈ ബ്ലഡ് സ്ട്രീമിൽ അബ്സോർബ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ, നോർമൽ ആയിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ലോവർ ലിമിറ്റ് എത്രയാണ്? 70 mg ആണെന്ന് പറയും. ഈ 70 mg കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ ഗ്ലൂക്കോസ് പോയിട്ട് നമ്മുടെ പാൻക്രിയാസിലെ ഏത് സെൽസ് ആണ്? ഐലറ്റ് സെൽസ് ഓഫ് ലാംഗ്ർഹാൻസിലെ ബീറ്റ സെൽസിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യും. ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കേസിൽ ഇവിടെയുള്ള ഇൻസുലിൻ പുറത്തോട്ട് വരും. അതായത് ബീറ്റ സെൽസിലെ ഇൻസുലിൻ ബ്ലഡ് സ്ട്രീമിലോട്ട് പുറത്തോട്ട് വരും. അപ്പൊ ഇതാണ് നമ്മൾ നോർമൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് പുറത്തോട്ട് വരുന്നത് പറഞ്ഞുതരാം. അതായത് ഇതാണ് നമ്മുടെ ബീറ്റ സെൽസ്. അതായത് എവിടുത്തെയാണ്? പാൻക്രിയാസിലെ ബീറ്റ സെല്ലാണിത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിച്ച ഗ്ലൂക്കോസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്ലൂക്കോസ് നമ്മുടെ എവിടെ എത്തി? ഈ ബീറ്റ സെൽസിൽ ഗ്ലൂക്കോസ് അതിനകത്ത് കയറും, സെല്ലിനകത്ത് കയറും. ഈ സെല്ലിനകത്ത് കയറുന്ന ഡോറാണ് ഈ ഗ്ലൂട്ട് ടു ആണ് ഗ്ലൂക്കോസ് ഇതിനകത്ത് കയറുന്ന ഡോർ. ഇതകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട് നമ്മുടെ ഇതിനകത്ത്. കൈനേസ് എന്ന് പറഞ്ഞ സ്പ്ലിറ്റിംഗ് എന്ന് അറിയാലോ. അതായത് ഗ്ലൂക്കോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം ഈ ഗ്ലൂക്കോസിനെ സെല്ലിനകത്ത് വെച്ചിട്ട് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കും. ഓക്കെ, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ATP റിലീസ് ആവും ഇവിടെ. ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് സൈറ്റ് ഗ്ലൂക്കോകൈനേസ് വന്നിട്ട് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആകുമ്പോൾ ഇവിടെ എന്താണ്? ഒരു ATP റിലീസ് ആവും. ഈ ATP എന്ത് ചെയ്യും? നമ്മുടെ സെല്ലിലുള്ള പൊട്ടാസ്യം പമ്പിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഈ പൊട്ടാസ്യം പമ്പിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ സെൽ മെമ്പറെ ഫുള്ള് ഡീപോളറൈസ് ആവും. ഡീപോളറൈസ് തന്നെ ചാർജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വരും. അപ്പൊ ഈ ചാർജിൽ ഡിഫറൻസ് വരുമ്പോൾ ഡീപോളറൈസ് ആകുമ്പോൾ എന്തുണ്ടാവും? ഇവിടെ നമ്മുടെ സെല്ലിൽ ഒരു കാൽഷ്യം ചാനൽ ഉണ്ട്. ഈ കാൽഷ്യം ചാനലിൽ കൂടെ കുറെ കാൽഷ്യം അകത്തോട്ട് വരും. ഈ സെല്ലിനകത്തോട്ട് വരുമ്പോൾ ഈ സെല്ലിനകത്തുള്ള ഇൻസുലിൻ, അതായത് ബീറ്റാ സെൽസിനകത്തുള്ള ഇൻസുലിൻ ബ്ലഡിലോട്ട് എത്തും. ഓക്കെ, ഇതാണ് നടക്കുന്നത്. അതായത് ഗ്ലൂക്കോസ് വന്നു. ഗ്ലൂക്കോസ് ഏത് വഴി വന്നു? GLUT2 എന്ന് പറഞ്ഞ ഡോർ വഴി വന്നു. അവിടെ സെല്ലിനകത്ത് സൈറ്റോകൈനസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. ആ എൻസൈം എന്ത് ചെയ്തു? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ATP ഉണ്ടാവും. ഈ ATP എന്തുണ്ടാവും? നമ്മുടെ പൊട്ടാസ്യം പമ്പിനെ ഇൻഹിബിറ്റ് ചെയ്യും. പൊട്ടാസ്യം പമ്പിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഡീപോളറൈസേഷൻ നടക്കും. ഡീപോളറൈസേഷൻ നടക്കുമ്പോൾ കാൽഷ്യം സെല്ലിനകത്തോട്ട് വരും. ആൻഡ് ഈ കാൽഷ്യം ഇൻസുലിനെ പുറത്തോട്ട് എത്തിക്കും. ഓക്കെ, ഇതാണ് നടക്കുന്നത്. സോ ഇനി അതിന്റെ ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ എഴുതുമ്പോൾ ഫ്ലോ ചാർട്ട് ആയിട്ട് മീൻസ് എന്തിനായി മെക്കാനിക്സ് ഇങ്ങനെ പഠിക്കുന്നത്? നോർമൽ മെക്കാനിക്സ് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെക്കാനിക്സ് ഓരോ ഡ്രഗ്സിന്റെ മെക്കാനിക്സ് ആക്ഷൻ പറയുമ്പോൾ അത് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് 70 mg കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീറ്റ സെൽസിൽ പോയിട്ട് GLUT2 ട്രാൻസ്പോർട്ടർ വഴി ഇതിനകത്ത് എത്തും, സെല്ലിനകത്ത് എത്തും. അവിടെ ഗ്ലൂക്കോകൈനേസ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കും, ATP റിലീസ് ചെയ്യും. ATP റിലീസ് ചെയ്ത് എന്തുണ്ടാവും? അടുത്ത പൊട്ടാസ്യം ചാനലിനെ ഇൻഹിബിറ്റ് പൊട്ടാസ്യം ചാനൽ. അപ്പൊ എന്തുണ്ടാവും? പറഞ്ഞ പോലെ ഡീപോളറൈസേഷൻ ആൻഡ് എന്തുണ്ടാവും? കാൽഷ്യം അകത്തോട്ട് വരും ആൻഡ് ഇൻസുലിൻ സെക്രീഷൻ. ഇതാണ് നോർമലി നടക്കുന്നത്. ഓക്കെ, ഇനി ഇനി മെയിൻലി ഗ്ലൂക്കോസിന്റെ ജോലി എന്താണ്? ഈ ഗ്ലൂക്കോസിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് ആണ്. അതായത് ഗ്ലൂക്കോസ് എന്തിനാണ്? എനർജിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഗ്ലൂക്കോസ് ഉള്ളത്. ഗ്ലൂക്കോസ് അപ്പൊ ഈ നമ്മൾ ഒരുപാട് ഗ്ലൂക്കോസ് എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? കുറെ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യണം. ഈ ഗ്ലൂക്കോസ് മെയിൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിനാണ് ഭാവിയിൽ ഗ്ലൂക്കോസ് ഇല്ലാത്ത സാഹചര്യം വരുമ്പോൾ എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ. മെയിൻ ആയിട്ട് 3 സ്ഥലത്താണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത്. ലിവറിലും സ്കെൽറ്റൽ മസിൽസിലും അഡിപ്പോസ് ടിഷ്യൂസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ലിവറിലും സ്കെൽറ്റൽ മസിൽസിലും ഗ്ലൈക്കോജൻ ആയിട്ടും ആൻഡ് അഡിപ്പോസ് ടിഷ്യൂസിൽ ഫാറ്റ് ആയിട്ടാണ് ഈ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും, അതായത് ഈ ഗ്ലൂക്കോസ് ബ്ലഡിൽ നിന്ന് വന്ന് ഡയറക്റ്റ് ആയി ഇവിടോട്ട് സ്റ്റോർ ചെയ്തൂടെ? ഓക്കെ, അപ്പൊ അങ്ങനെ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്ലൂക്കോസ് ഇതിനകത്തോട്ട് കയറണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ GLUT2 പറഞ്ഞ ഡോർ ഉണ്ട്. ഓക്കെ, പക്ഷേ നമ്മുടെ ഇവിടെ GLUT2 പറഞ്ഞ ഡോർ അല്ല, GLUT4 എന്ന് പറഞ്ഞ ഡോർ വേണം. ഈ ഡോർ ഉണ്ടെങ്കിലാണ് ഗ്ലൂക്കോസിന്റെ ടാർഗറ്റ് സെല്ലിനകത്തോട്ട് കയറി ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഡോർ തുറക്കണമെങ്കിലാണ് ഇവിടെ ഒരു ഇതാണ് ലോക്ക് എന്ന് വെക്കുക. അതായത് ആ സെല്ലിന്റെ റിസപ്റ്റർ. അതായത് അപ്പൊ ഒരു ലോക്ക് കീ ഡോർ അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഇത് ടാർഗറ്റ് സെല്ലിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ലിവറിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ആവണ കഥയാണ് പറയുന്നത്. ഈ ഗ്ലൂക്കോസ് സ്റ്റോർ ആവണമെങ്കിൽ ഡോർ വേണം ആൻഡ് കീ വേണം, ഇതിന്റെ ലോക്ക് വേണം. അപ്പൊ ഈ ഇൻസുലിൻ റിസപ്റ്റർ ആണ് ഇതിന്റെ ലോക്ക്, ഈ സെല്ലിന്റെ ലോക്ക്. കീ ആണ് നമ്മുടെ ഇൻസുലിൻ, മെയിൻ സാധനം ഇൻസുലിൻ. ഈ ഇൻസുലിൻ വന്നതായി ഇവിടെ ഇരിക്കും. അതായത് ഇൻസുലിൻ റിസപ്റ്റർ കീയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഡോറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഡോർ തുറക്കും. അതാണ് കഥ, ഞാൻ പറഞ്ഞുതരാം. അതായത് എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻസുലിൻ വന്നിട്ട് ഇത് ടാർഗറ്റ് സെല്ലാണ്. അതായത് നമ്മുടെ ലിവർ സെൽ സ്റ്റോറേജിന് വേണ്ടി ലിവറിൽ സ്കെൽറ്റൽ മസിൽസ് അഡിപ്പോസ് ഈ 3 സ്ഥലത്താണ് സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ
ഇൻസുലിൻ ഡയറക്റ്റ് ആയി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇൻസുലിൻ ഡയറക്റ്റ് ആയി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതായത് ബ്ലഡിൽ നിന്ന് ഡയറക്ട്ലി ആ ടാർഗറ്റ് ഓർഗൻസിൽ പോയി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് ഇൻസുലിന്റെ ഹെൽപ്പ് വേണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ ടാർഗറ്റ് സെല്ല്. ഇപ്പൊ ലിവർ സെല്ലായാലും ഏത് സെല്ലായാലും അപ്പൊ അതിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡോർ ഉണ്ട്, ഈ GLUT4. ഈ ഡോർ വഴിയാണ് നമുക്ക് എന്തുണ്ടാവും, ഈ ഗ്ലൂക്കോസ് ഈ സെല്ലിനകത്തോട്ട് പോയിട്ട് സ്റ്റോർ ആവാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഡോർ തുറക്കണമെങ്കിൽ ഗ്ലൂക്കോസ് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോർ തുറക്കാൻ പറ്റില്ല. പകരം എന്ത് വേണം, ഇവിടെ ഒരു യാ ഈ ഇതിന്റെ ലോക്ക്, ആ ഡോറിന്റെ ലോക്ക് ഇതാ ഈ റിസപ്റ്റർ ആണ്, ഇൻസുലിൻ റിസപ്റ്റർ. അതിന്റെ കീ ഇൻസുലിൻ ആണ്. അപ്പൊ ഇൻസുലിൻ വന്ന് ഈ റിസപ്റ്ററിൽ ഇരുന്ന ആളെയാണ് ഇവിടെ ഈ ഡോർ തുറക്കുള്ളൂ. ഓക്കെ. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ വന്നു, ഇൻസുലിൻ റിസപ്റ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രോസസ്സ്, അതായത് ഒരു സീരീസ് ഓഫ് പ്രോസസ്സ്, IRS പ്രോസസ്സ് പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ GLUT4 എന്ന് പറഞ്ഞ ഡോർ ഇല്ലേ, ഈ ഡോർ പോയിട്ട് ഈ പ്ലാസ്മ സെൽസിൽ ഇരിക്കും. കൂടുതൽ ഡോർ വരും, ഒരു ഡോർ, രണ്ട് ഡോർ, മൂന്ന്, നാല്, അങ്ങനെ സെൽ മെമ്പറൈനിൽ കുറെ ഡോറും ഇങ്ങനെ ഓപ്പൺ ആവും. ആ ഓപ്പൺ ആവുമ്പോൾ എന്തുണ്ടാവും, ഗ്ലൂക്കോസ് ഇങ്ങനെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ഈ ഓർഗൻസിലോട്ട് അപ്ടേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നോർമലി നടക്കുന്നത്. അതായത് എന്താണ്, നമ്മുടെ ഇൻസുലിൻ റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യും. അവിടെ ആ ടാർഗറ്റ് സെല്ലിൽ കുറച്ച് ഇവന്റ്സ് നടക്കും. ആ ഇവന്റ്സ് നടന്ന് എന്തുണ്ടാവും, GLUT4, ഈ GLUT4 എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്പോർട്ടർ പോയിട്ട് സെൽസിന്റെ മെമ്പറൈൻസിൽ ഇരിക്കും. അതായത് ഇവിടെ ഈ പ്രോസസ് നടന്നു കഴിഞ്ഞാൽ GLUT4 ഈ ഡോറില്ലേ, ഇതൊന്നല്ല, ഇത് കുറെ എണ്ണം പോയിട്ട്, കുറെ എണ്ണം ഡോർ ഉണ്ടാവും, ഇതൊക്കെ പോയിട്ട് ഈ മെമ്പറൈൻസിൽ ഇരിക്കും. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും, കുറെ ഗ്ലൂക്കോസ് നമ്മുടെ സെല്ലിനകത്തോട്ട് വരാം. അതാണ് നോർമലി എങ്ങനെയാണ് ആ ടാർഗറ്റ് സെല്ല് ഗ്ലൂക്കോസ് അപ്ടേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ മെക്കാനിസം. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ്സ് ആണ്. അത് നാളത്തെ വീഡിയോയിൽ ഇടാം. ഓക്കെ, താങ്ക് യു.